ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ റൂബി കിടന്നുറങ്ങണേണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ശക്തിയായിട്ട് മഴയും തണുപ്പും, നല്ല തണുപ്പാണ്, കിടന്നുറങ്ങാൻ പറ്റാനുള്ള. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ പുതപ്പെടുത്തതാണ് ഇത്തിരി കട്ടിയുള്ളത്. കാരണം ഞാൻ ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു മുണ്ടൊക്കെ പുതച്ചെടുക്കുന്ന ആളാണല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. അങ്ങനെ പുതപ്പൊക്കെ വേറെ എടുത്തിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ രാവിലെ റൂബി കൊച്ച് കിടന്നുറങ്ങണേണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ജോലികളിലേക്ക് കടക്കണേണ്. അപ്പോൾ ആദ്യം ഞാൻ പണ്ട് നമ്മളുടെ വീഡിയോയിൽ പറയാറുണ്ട്, ആദ്യം നമ്മൾ എഴുന്നേറ്റിട്ട് പ്രഭാത പ്രാർത്ഥന ബൈബിളിൽ റീഡ് ചെയ്യും. അത് എനിക്ക് ബൈഹാർട്ടാണ്. നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്ന പ്രാർത്ഥന നമുക്ക് ബൈഹാർട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ബൈബിളെടുത്തിട്ട് അങ്ങനെ വായിക്കാറില്ല. സാധാരണ നമ്മൾ എപ്പോഴും അറിയാമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതെടുത്തത്. സങ്കീർത്തനത്തിൽ 5-ാമത്തേത് പ്രഭാത പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഞാൻ പണ്ടിങ്ങനെ വായിച്ചിട്ടുണ്ട് വീഡിയോയിൽ. രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ പ്രഭാത പ്രാർത്ഥന വായിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് കമൻസിൽ പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു ഓർമ്മയിൽ ഒന്നുകൂടി കാണിച്ചു തരാം. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യൂട്യൂബ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോണത്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇവിടെ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് ശരിക്കും. അത് രാവിലെ എഴുന്നേറ്റില്ലെന്നുണ്ടെങ്കിലാണ് എനിക്ക് സമാധാനമില്ലാത്തത്. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ പോലും എനിക്കങ്ങനെ രാവിലെ കിടക്കാൻ തോന്നില്ല. കാരണം അന്നത്തെ ദിവസത്തിന് കളയണ്ട, എഴുന്നേറ്റേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടാകും, എന്ത് അസുഖമാണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ തളർന്ന് പോയി കിടക്കേണ്ടി വരും. എങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എനർജി ഉണ്ട്. അപ്പോൾ അതാണ് രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ശീലിച്ചാലുള്ളൊരു ഗുണം. നമുക്ക് രാവിലെ എഴുന്നേറ്റില്ലെങ്കിലാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് ചൂടാക്കാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചോറ് ചൂടാക്കി പിന്നെ വാഷിങ്ങിന് തുണി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി. അപ്പോൾ അതിൽ ഡിറ്റർജൻറ്റൊക്കെ ഇട്ട് കംഫർട്ടൊക്കെ ഇട്ട് അതൊന്ന് ഓൺ ചെയ്ത് അത്രയാണ് ചെയ്തത്. പിന്നെ ഇന്നത്തെ ദിവസമില്ലേ, ഇത് ബുധനാഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. വീട്ടിൽ സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മീൻ വന്നില്ല. ഷാജി 2-ാമത്തെ ദിവസം പിറ്റേന്നും മീൻ കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ പുറത്തുനിന്ന് മീൻ മേടിക്കുന്നത് നമുക്കൊരു ഉറപ്പില്ല. ഷാജി എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല മീനെ കൊണ്ടുവന്ന് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മീനൊന്നും മേടിപ്പിച്ചില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്നത് ഇത്തിരി ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, ഒരു ക്യാബേജിൻ്റെ കുറച്ച് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. കുറച്ച് മാത്രമേ അതിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലിങ്കിറ്റിൽ നിന്ന് ക്യാബേജ് മേടിക്കുമ്പോഴില്ലേ, 1 യൂണിറ്റ് എന്നാണ് അവർ എഴുതണത്. തൂക്കമല്ല, ഏകദേശം ഒരു തൂക്കം എഴുതിയിട്ടുണ്ടാവും, പക്ഷെ 1 യൂണിറ്റ് എന്നാണ് എഴുതണത്. അപ്പോൾ ഇത്തവണ ഈ ബ്ലിങ്കിറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ക്യാബേജ് മേടിക്കുന്നത്. ഒരു കുഞ്ഞ് ക്യാബേജാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് ഇട്ടില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണത്. അപ്പോൾ അത് നമുക്ക് തേങ്ങയില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടൊന്ന് താളിക്കാൻ ക്യാബേജും വെച്ച്, പിന്നെ ഉരുളക്കിഴങ്ങ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന്. നല്ല ടേസ്റ്റാണ് ഈ കറികൾ. ഇങ്ങനത്തെ കറികൾ നമുക്കൊന്നും ഇല്ലാത്ത സമയത്ത് വെക്കുമ്പില്ലേ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ്. ഈ തോരൻ വെക്കൂലേ ക്യാബേജ്, അതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കുരുമുളക് പൊടി ഇട്ടിട്ട് വെക്കണതാണ്. അത് നമ്മുടെ ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ, നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ കൂടി ചതച്ചിട്ട് തൈര്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, തൈരിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് കുറേ അധികം ദിവസം അവിടെ വെക്കണുണ്ട്. അപ്പോൾ ഇരുന്നിട്ട് പുളിക്കണുണ്ട്, കേടൊന്നും ആവില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു വ്യത്യാസങ്ങളും ഇല്ല, നല്ല ടേസ്റ്റാണ് ആ തൈര്. പക്ഷേ അത് അങ്ങനെ മേടിക്കുന്നതേ നമ്മളങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കൊള്ളൂല. ഒരു ടേസ്റ്റും ഇല്ല. ചുമ്മാ നമുക്ക് എന്തോ പോലെ തോന്നും, പാല് കട്ടിയാക്കി എടുത്ത പോലെ തോന്നും. ഇതങ്ങനെയല്ല, കുറച്ച് ദിവസം വെച്ചിട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ആ പുളിച്ച തൈര് കഴിക്കണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാണ് ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചത് കേട്ടോ. അപ്പം ഞാനില്ലേ, നമ്മുടെ റിച്ചാനത് ചിക്കൻ കറി, കടായി ചിക്കൻ റിച്ചാനും റയനും ഉണ്ട്. റയൻ ഇത്തിരി എന്തെങ്കിലും നോൺ വേണം കേട്ടോ, അതാണ് അവനിഷ്ടം. വെജിറ്റബിൾസ് കഴിക്കുമെങ്കിലും. അപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ എനിക്കത് മതി എന്ന് തന്നെ പറയൂ കേട്ടോ.
അങ്ങനെ വേണമെന്നൊന്നും പറയില്ല. പക്ഷേ എനിക്ക് അവൻ്റെ മനസ്സറിയാം. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൻ അത് കൂട്ടിയിട്ട് വൃത്തിക്ക് തന്നെ കഴിച്ചോളൂ കേട്ടോ, വേണ്ടെന്നൊന്നും പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കൊടുക്കും, എന്തെങ്കിലും ആക്കി കൊടുക്കും. അപ്പോൾ ഏതായാലും ഉണ്ട്, ചിക്കൻ 2 ആൾക്ക് ഉണ്ട്. അപ്പം ഞാൻ റൈസ് കുക്കർ ഇപ്പം മുകളിൽ തന്നെയാണ് എടുത്ത് വെക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മാറ്റുകയും ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇത് കഞ്ഞി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പൊക്കി വെക്കും കേട്ടോ. ഇപ്പം അങ്ങനെ ചെയ്യണത്. കാരണം നമ്മുടെ റൂബിക്കില്ലേ ആ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് മാറ്റി. അവൾക്കൊരു സങ്കടം അതവിടെ ഇരിക്കുമ്പോഴേ, റൈസ് കുക്കർ ഫ്രിഡ്ജിൻ്റെ ഇടയിലേക്ക് എടുത്ത് വെച്ചില്ലേ, അപ്പോൾ അവൾക്കൊരു സങ്കടം. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതിന് ഭയങ്കര തണുപ്പാണ്, ശരിക്കും നല്ല തണുപ്പുണ്ട്. അപ്പം അങ്ങനെ റിച്ചാർഡും റയനും കൂടിയിട്ടില്ലേ അവിടെ ഇരുന്ന് റയൻ്റെ ക്ലാസ് തുടങ്ങാനായില്ല. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവനെ പഠിപ്പിച്ചു കൊടുക്കണേണ് റിച്ചാർഡ് കേട്ടോ. റയൻ്റെ ക്ലാസ് 25-ാം തീയതി, ഞാൻ 29 എന്നങ്ങാനാണ് പറഞ്ഞത്. 25-ാം തീയതി തുടങ്ങും കേട്ടോ. 11-ാം തീയതി എങ്ങാനും തീരുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഈ വാഷ് ചെയ്ത തുണികളൊക്കെ ഇല്ലേ, ഒരു രക്ഷയില്ല. പുറത്ത് കിടക്കുന്ന തുണി ഉണങ്ങണില്ല. അന്ന് നമുക്ക് ഈ 5 പേരുടെയും തുണികളിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നതിന് വാഷ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ബെഡ്ഷീറ്റൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ അധികം അങ്ങോട്ട് മാറ്റണേ ഇല്ല, കാരണം ഇത് എവിടെ കൊണ്ടുപോയി ഇടും എന്നുള്ളൊരു ചിന്തയിൽ. അങ്ങനെ അത്യാവശ്യം ഉടുപ്പുകൾ മാത്രം കൂടി വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റിയതൊക്കെ ഞാൻ അവിടെ ഇട്ടേക്കണേണ്. ഇനി നല്ല വെയിൽ വരുമ്പോഴത്തേക്കും കഴുകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതുമൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ട്, ഇന്നിപ്പോൾ പപ്പനെ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ അവിടെ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നതാട്ടോ. അമ്മ പണ്ടൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. മേടിച്ചു നോക്കാം. നല്ല സാധനം ഇപ്പോൾ 10-40 രൂപ മേടിക്കില്ല, 9 രൂപ വെച്ചാണ്. ഇതില്ല കാപ്പിപ്പൊടി ഇല്ലേ, കുഴപ്പമില്ല, വെള്ളിയാഴ്ച ഉണ്ട്. കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട്. 160 ഇന്ത്യയിൽ ലാഭമല്ലേ തെങ്ങേറ്റിച്ചതിനേലും, തെങ്ങ് കയറിയതിനേലും ലാഭമല്ലേ പുറത്തുനിന്ന് മേടിക്കണം. തെങ്ങ് കയറിയപ്പോൾ എനിക്ക് കുറച്ച് പണിയും കൂടിയായി, അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട പണി കിട്ടി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 3 തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ തേങ്ങയുടെ വിലയെന്ന് പറഞ്ഞാൽ 164 രൂപയെന്ന് കേട്ടോ. അപ്പോൾ ഈ 164 രൂപക്ക് ഈ തേങ്ങ 3 നല്ല വലിയ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചത് 52 രൂപക്ക് ഒരു കുഞ്ഞ് തേങ്ങയുമായിരുന്നു. അത് ഇത് മറ്റേ ഇളനീനായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഈ തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ, ഉള്ളിലധികമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. തേങ്ങയുടെ വലിപ്പം ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ലതാണെന്ന് തോന്നിയെങ്കിലും ഉള്ളിലൊന്നും തന്നെ അധികം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും മറ്റേ തേങ്ങനേക്കാളും കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ ഞാൻ വൈകുന്നേരം ചായയൊക്കെ ഇട്ട് അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പഴമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ റോജറിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു ഷർട്ടായിരുന്നു കേട്ടോ. ഇത് കോട്ടൺ ലിനൻ എന്ന് പറയുന്നത്. കോട്ടൺ ലിനനൊക്കെ റോജറിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലൊരു ലോക്കൺ ടൈപ്പ് നമ്മുടെ ഡ്രസ്സുകൾക്ക് ഉണ്ട്. കാരണം മിക്കവരും ഇതുപോലെ ടാഗൊക്കെ ഇങ്ങനെ ഉള്ളിലിട്ടിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അതങ്ങനെ തന്നെ പാക്ക് ചെയ്ത് തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സംഭവമാണ് ആക്കിയിട്ട് അവർ വിടണത് കേട്ടോ. അത് കട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഇട്ടിട്ട് നമുക്ക് നടക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ആളുകൾ ഒരുപാട് പറ്റിക്കുന്നുണ്ട് അവരെ. യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ മടക്കി തിരിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു ഷർട്ടിന് 1222 രൂപയാണ് വില. പക്ഷേ ഒരു സൈസ് ചെറുതാണ്. അത് റോജർ തന്നെയാണ് എടുത്തത്. പക്ഷേ അവനിപ്പോൾ നല്ല വണ്ണം കൂടിയിട്ടുണ്ട്. റോജറിന്, എനിക്കും വണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ വണ്ണം കുറക്കണം. ഞങ്ങൾക്ക് 2 പേർക്ക് വണ്ണം കൂടിയിട്ടുണ്ട്. റിച്ചാൻ്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. റയൻ പെട്ടെന്ന് അങ്ങോട്ട് വണ്ണവും വെച്ചിട്ടില്ല കേട്ടോ. റയന് ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ പഠിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവൻ ഒരിക്കലും ഫ്രീ അല്ലാത്തതുകൊണ്ട് തന്നെ അവന് കുറച്ച് ടെൻഷനുള്ളതുകൊണ്ട് അവനിപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട് അവൻ വന്ന പോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ആ ടെൻഷനും പഠിക്കണ്ടേ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം പോണ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടൊരു കോഴ്സാണ്. കാരണം നമുക്ക് ഡൈവ് ചെയ്യണം, വെള്ളത്തിൻ്റെ
മോളിൽ നിന്നൊക്കെ ഡൈവ് ചെയ്ത് താഴെ വന്ന് പിന്നെ വെള്ളത്തിൽ അപകടത്തിൽ വീണ ആളെ പൊക്കിക്കൊണ്ട് നമ്മൾ നീന്തണം. അത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾക്കാണ് ഇപ്പോൾ റയൻ പോകണം. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ശരിക്കും അവനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവനും ഓരോ ടെൻഷനിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ദിവസത്തെ വീഡിയോൻ്റെ കൂട്ടത്തിൽ അടുത്ത ദിവസവും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ ദിവസത്തെ വീഡിയോയിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചത്തെ വീഡിയോ ഉണ്ട്, ഇന്നലത്തെ വീഡിയോ കാണുന്നത്. അപ്പോൾ രാവിലെ പപ്പക്ക് ഓട്സാണ് കാച്ചിട്ടുണ്ടാകുന്നത്. പിന്നെ ഇത് ഇവർക്ക് 3 ആൾക്കും നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ്, അപ്പോൾ റിച്ചാർഡിന് മാത്രമാണ് മുട്ട ഇതിൻ്റെ ഒപ്പത്തിൽ വേണ്ടാന്ന് പറയണത്. മറ്റ് 2 പേർക്ക് മുട്ട ഇതിൻ്റെ മീതയിൽ ഒരെണ്ണം ബുൾസൈ, അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇടില്ല, ചുമ്മാ വെക്കണം. ഉപ്പും കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ മാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് മാത്രം ഞാൻ മുട്ട ഇതിൻ്റെ മീതിലേക്ക് എടുത്ത് വെച്ച്, ഇത് റിച്ചാന് വേണ്ട, റോജറാണെങ്കിൽ വന്നിട്ടില്ല, റോജർ വരുമ്പോഴത്തേക്കും ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കാലത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഷാജി ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ടുവരട്ടെ. അപ്പോൾ അവൻ കൊണ്ടുപോവാം. അപ്പോൾ ഈ ഒരു ചാള 2 കിലോ തൂക്കാനുള്ള ഇതൊന്നുമില്ല, എങ്കിലും പുള്ളിക്ക് ഉദ്ദേശക്കണക്കിനാണ് 2 കിലോ ആക്കി വെക്കണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ തൂക്കി നോക്കിയില്ലായിരുന്നു. 2 കിലോ എന്ന് പറഞ്ഞിട്ട് തന്നത് 600 രൂപയാണ്. 1 കിലോ 300 രൂപയാണ് കേട്ടോ. അപ്പോൾ 41 ചാള ഉണ്ടായിരുന്നത് 600 രൂപക്ക്. അതിൽ 15 ചാള ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ബാക്കി 2 ഭാഗമായിട്ട് ഫ്രീസറിലോട്ടും വെച്ചിട്ടാണ്. ആ സമയത്ത് റോജർ വന്ന്, അപ്പോൾ റോജറിന് പാല് കാച്ചണം. റയൻ പാല് കുടിക്കില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ റയന് പാല് കൊടുത്തെങ്കിൽ റയൻ പെട്ടെന്ന് ഒരു തുടിപ്പ് വെക്കും പാല് കുടിക്കണമെങ്കിൽ. പക്ഷേ റയൻ പാൽ ഉൽപ്പന്നങ്ങൾ ഈ വക സാധനങ്ങൾ ഒന്നും ഇഷ്ടമല്ല റയന്. ചായ, പാലിട്ട ചായ ഒന്നും കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാല് അങ്ങനെ കൊടുക്കാത്തത്. അപ്പോൾ റോജറിന് പാല് വേണം. അപ്പോൾ അങ്ങനെ റോജറിന് ആദ്യം പാല് ഇവിടെ കാച്ചി വരണേണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതങ്ങോട്ട് കൊണ്ടുവച്ചാണ് മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ പാലും കാച്ചി അതുമൊക്കെ കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ റിച്ചാർഡ് ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ്, അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ കൂട്ടത്തിൽ മോര് ചാറ് കേട്ടോ. ഇപ്പോൾ തേങ്ങ അരച്ച് വെക്കണം, മോര് ചാറ്, പച്ചമോരല്ല, അതും വൈറ്റ് ക്യാബേജ് തോരൻ. മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല. മോര് ചാറിലും മഞ്ഞൾപ്പൊടി ഇടുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി പറഞ്ഞത് ഇത് വെളുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് നടപടിയല്ല. മോര് ചാറിൽ ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടി ഇടും, ക്യാബേജിൽ മഞ്ഞൾപ്പൊടി ഇടാതെ തരാം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമാണ് ആൾ പറഞ്ഞേക്കണം. അപ്പം അതാണ് ഇന്ന് ഞാൻ ചെയ്യണത്. ജീരകത്തിൻ്റെ സ്മെല്ലാണ് ആ മരുന്നിന്. കൊടഞ്ഞൊക്കെ കളയണേന്ന് മരുന്ന്. തുടക്കാൻ പോണേണ്. കൊച്ചിന് തൊണ്ടേ കെട്ടിയടാ മരുന്ന്. അപ്പോൾ കാലത്തും വൈകിട്ടും റൂബി കൊച്ചിന് വയറിൻ്റെ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ദഹനക്കേടൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടുള്ള മരുന്നില്ലേ, അത് രാവിലെ വൈകിട്ടും കൊടുക്കുന്നുണ്ട്. അതാണിപ്പോൾ കൊടുത്തത്. അങ്ങനെ ഞാനില്ലേ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, മല്ലിയില, അത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ലെന്നേ. പിന്നെ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടാണ് പിന്നീട് കറണ്ടൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ കാണിക്കഴിഞ്ഞത്. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ അരച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത്തിരി കോൺഫ്ലോറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ക്യാബേജിനകത്തേക്ക് നമ്മളിപ്പോൾ തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇട്ടത് വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മോര് ചാറിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട്, മറ്റേതിൽ മഞ്ഞൾപ്പൊടി വേണ്ടെന്ന് പറഞ്ഞല്ല. അപ്പം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, മറ്റേത് ക്യാബേജ് തോരനിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇതിനകത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ നമ്മൾ പുളിപ്പിക്കാൻ വെച്ച തൈരാണ് ഈ ഇട്ടണത്. ഇതിപ്പോൾ ഇന്ന് മേടിച്ച് വെച്ച് തരാം, കാരണം ഈ തൈര് ഇന്ന് എടുക്കും. അപ്പോൾ വേറൊരു പാക്കറ്റ് ഞാൻ മേടിച്ച് വെച്ചതാണ്, അതിരുന്നിട്ട് പുളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലെങ്കിൽ പാട കെട്ടിപ്പോകും കേട്ടോ, ചീത്തയിൽ പോകും. പിന്നെ
തൈര് ഞാൻ ഇടൂലേ എന്ന് കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട്. തൈര് ഇടാറുണ്ട്, പക്ഷെ നമ്മൾ ഇടുന്നതിൽ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വെള്ളം പോലെ അടിവശത്ത് ഇങ്ങനെ നിന്നിട്ട് മുകളിലേക്ക് നല്ല കട്ട തൈര് പോലെയൊക്കെ എനിക്കത് ചില സമയത്ത് അങ്ങനെ ആകും. അപ്പോൾ എപ്പോഴാണ് അങ്ങനെ ആവുക എന്നുള്ളത് നമുക്കറിയില്ല. കുറേ നേരം പാല് വറ്റിച്ചെടുത്ത് അങ്ങനെയൊക്കെ, അതുകൊണ്ട് മടിയായിട്ടാണ് ഞാൻ ഈ തൈരിൻ്റെ പാക്കറ്റ് മേടിക്കുന്നത് കേട്ടോ. ചില സമയത്ത് പെർഫെക്റ്റായിട്ട് കിട്ടും. പെർഫെക്റ്റായിട്ടുള്ള തൈര് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ വരെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വെള്ളം പോലെയൊക്കെ അങ്ങനെ അടിവശത്ത് വരും. അപ്പം അങ്ങനെ പിന്നെ മോരും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതോടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫുഡില്ലേ പറയാതിരിക്കാൻ പറ്റൂല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. റിച്ചാർഡിന് കൊടുത്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. റിച്ചാർഡ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, സ്വർഗ്ഗമാണ് മമ്മി എന്ന് പറഞ്ഞാൽ. അത്രയും ടേസ്റ്റ്. അതായത് ക്യാബേജ് തോരനും അവൻ വിചാരിച്ച അതേ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. മോര് ചാറും അവൻ വിചാരിച്ച അതേ ടേസ്റ്റാണ്. ഇവന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സംഭവം നമ്മളിവൻ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അവൻ മനസ്സിൽ കാണുന്നൊരു രുചി അതിന് വന്നില്ലെങ്കിൽ മമ്മി ഇത് ശരിയായില്ലല്ലോ എന്ന് പറയും. സംഭവം അവർ പറഞ്ഞ സാധനം തന്നെ നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തത് പെർഫെക്റ്റാന്ന് പറഞ്ഞത്. ചിക്കൻ ഫ്രൈയും അതിനകത്തുള്ള കുരുമുളകൊക്കെ നല്ല പെർഫെക്റ്റായിട്ടാണ് ഇട്ടേക്കണത്. പിന്നെ ഇത് തോരൻ, ക്യാബേജ് തോരൻ അടിപൊളി, മോര് ചാറ് പിന്നെ പറയാനില്ലെന്ന്. അങ്ങനെ മൂന്നും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ അബദ്ധത്തിൽ വന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ഒരു പാട്ട് പാടിയാൽ പോലും എപ്പോൾ പാടുമ്പോഴും അത് പല രീതിയിലല്ലേ. എത്ര വലിയ പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും എന്ന് പറഞ്ഞ പോലെയാണ് ഇതൊന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ ആദ്യം നമ്മളെല്ലാം കൂടി ഇങ്ങോട്ട് താളിച്ചിട്ട്, അതായത് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ക്യാബേജ് തോരനിലിട്ടിട്ട് ബാക്കി താളിച്ചതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇപ്പം ഇതിനകത്തേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ അതും ഒറ്റ പണിയിൽ അങ്ങോട്ട് തീർന്ന്. അപ്പോൾ അത് മാറ്റിയപ്പോഴത്തേക്കും ഞാനവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ വറുക്കാനുള്ള ചട്ടിയും കൂടി. അപ്പോൾ റയന് മീൻ വറുത്തതൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ ചാള വറുത്തത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അവൻ വന്ന സമയത്ത് ഞാൻ ചാളക്കറിയും പിന്നെ നങ്കി വറുത്തതുമായിരുന്നു. നങ്കവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ കഴിച്ചതുമില്ല. മീൻ കറിയാണ് കൂടുതലിഷ്ടം. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞിടാ, ഏതായാലും മോരിയാറ് വെക്കണ സ്ഥിതിക്ക് ഞാൻ മീൻ കറി വെക്കൂല കേട്ടോ. മീൻ കറി നാളെ വെക്കാം. അപ്പോൾ ഞാൻ മതി, ചാള വറുത്താൽ മതി, അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കൻ ഫ്രൈ ഒന്നും അവൻ എടുത്തതുപോലുമില്ല. അവൻ ചാള വറുത്തതും മോരിയാറും കൂട്ടിയിട്ട് ക്യാബേജും എടുത്ത് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഭയങ്കര നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ ദിവസമില്ലേ ഇവർ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച പുതിയ സിനിമ റിലീസാണ് ദിവസം. അപ്പം നമ്മളുടെ സുരേഷ് ഗോപിയുടെ മറ്റേ JSK എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് നേരത്തെ നടന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് രാത്രി 8 മണിക്ക്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി. കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരണേ കേട്ടോ, അത്രയും ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഇട്ടത് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. നമ്മളന്ന് മേടിച്ച ഫ്ലീസിൻ്റെ ആ പുതപ്പില്ലേ, ഇത് ഞാൻ പറഞ്ഞതല്ലേ 250 രൂപയുള്ളൂ. അപ്പോൾ പില്ലോ കവർ അതും അന്ന് നമ്മൾ വാങ്ങിച്ചാണ്ട് ഇതിനോട് ഏകദേശം മാച്ചിങ്ങാണ്. അപ്പോൾ ഇതൊന്നിട്ട് കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് കേട്ടോ. കാരണം അത് മറ്റേത് മാത്രമേ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇത് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോഴായിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് മേടിക്കൽ കുറവാണ് കേട്ടോ. ഈ ഫ്ലീസിൻ്റെ ബെഡ്ഷീറ്റ് അല്ല പുതപ്പ് അത് ഇടുമ്പോൾ നല്ല സുഖമാണ് കിടക്കാൻ. അതുകൊണ്ട് ഇപ്പം ഞാൻ അതാണ് മേടിക്കണത്. അപ്പോൾ ഇല്ലേ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ ഈ നമ്മൾക്ക് വാഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഹാൻഡ് വാഷ് ഇങ്ങനത്തെയൊക്കെ കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 ലിറ്റർ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെ നമ്മുടെ പുറത്തൊക്കെ തളിക്കാനായിട്ട് റൂബിയുടെ ഈ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ പുറത്ത്, അവിടെ തളിക്കാനുള്ള ഫിനൈൽ 2 ബോട്ടിൽ, പിന്നെ 2 ബോട്ടിൽ മറ്റേ കംഫർട്ട് പോലത്തെ സംഭവം ഫാബ്രിക് സോഫ്റ്റ്നർ അത്, പിന്നെ 2 കിലോ പഞ്ചസാര, പിന്നെ അപ്പോൾ ഇത്രയും സാധനം 2000-ന് മുകളിലാണ് വില വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് 150 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 150 രൂപ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ണൻദേവൻ്റെ തേയില, സോപ്പ്, കുറച്ച് സോപ്പൊക്കെ തീർന്നിട്ടുണ്ട് ഏകദേശം.
ബ്രാൻ ഓയിൽ ഏതാ എടുക്കുക എന്നുള്ളതൊക്കെ ചോദിച്ചു. ഞാൻ പലതും എടുക്കാറുണ്ട്. ഇത്തവണ എടുത്തത് ഈ മിസ്റ്റർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ വില 129 രൂപയാണ് കേട്ടോ. ഇന്നലെയും കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ 129 രൂപയാണ് 1 ലിറ്ററിന്. അത് 2 ലിറ്റർ. പിന്നെ ഉഴുന്ന്, അരിപ്പൊടി ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ തിരിച്ച് കൊടുത്തില്ല, ഒരു സാധനമായിട്ട് കൊടുത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കൊണ്ടൊക്കെ പൊട്ടിപ്പോണതാണേ. അപ്പോൾ 2 ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. 2 സ്മെല്ലാണ്. അപ്പോൾ അത് 2 എണ്ണം. പിന്നെ എന്തെന്നാണ് നമ്മുടെ ഇത് റവയാണ് കേട്ടോ. റവ കപ്പലണ്ടി, പിന്നെ ഒരു എക്സോ, പിന്നെ പേസ്റ്റ്. ഞാൻ റിച്ചാർഡ് യൂസ് ചെയ്യണ ആ ഒരു ഇത് പേസ്റ്റ് കോൾഗേറ്റിൻ്റെ സെൻസിറ്റീവ്, അത് 2 എണ്ണത്തിൻ്റെത്. പിന്നെ വെളിച്ചെണ്ണയിൽ ഏതാ ഉപയോഗിക്കണമെന്നൊക്കെ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് KLF വെളിച്ചെണ്ണ. എൻ്റെ ചേച്ചി എനിക്ക് 5 ലിറ്റർ KLF വെളിച്ചെണ്ണ പണ്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ്. ഞാനായിട്ട് മേടിക്കാറില്ല, കാരണം അത് ഏറ്റവും വില കൂടിയ വെളിച്ചെണ്ണയാണ്. അവരതാണ് എപ്പോഴും യൂസ് ചെയ്യണത്. അപ്പോൾ അതേ KLFിൻ്റെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് മേടിച്ചേക്കണത്. 1 ലിറ്ററിൻ്റെത് ഇല്ല. പിന്നെയാണെങ്കിൽ 1/2 ലിറ്ററിൻ്റെ 2 എണ്ണം ഞാൻ എടുക്കാൻ പോയിട്ട് അവർ 1 എണ്ണം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. കാരണം 2 എണ്ണം നിൽക്കുമ്പോൾ അത് തരില്ല എന്നുള്ള മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് 1/2 ലിറ്റർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 180 രൂപയാണ്. അപ്പോൾ KLFിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എല്ലാ വെളിച്ചെണ്ണയും ഒരേ വില പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും പിന്നെ കുറച്ച് വിലയുടെ വ്യത്യാസത്തിന് ഇനി മറ്റേത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 180 1/2 ലിറ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെ KLFിൻ്റെ വെളിച്ചെണ്ണ 1/2 ലിറ്റർ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ പിന്നീട് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ വേറെ എണ്ണയുണ്ട്, എങ്കിലും ഞാൻ കുറച്ച് മേടിച്ചങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് പപ്പേണ്ട പൊക്കിക്കൊണ്ടുവന്ന് തന്നത് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ സാധനങ്ങളുടെ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായില്ലേ, ഒത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു വെച്ചില്ലേ, റയനും റിച്ചാർഡും കൂടിയിട്ട് എറണാകുളത്തേക്ക് പോയേക്കണേണ്. റയൻ ഒരു കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ പോയി വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ പോയതാ? ഫ്രിസ്ബി വണ്ടി മേടിക്കാൻ പേട്ടക്ക് പോയി. പേട്ടതുള്ള അവനൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ്. നീയാണ്, നിനക്കാണ് വേണ്ടിയിരുന്നത്. എന്നിട്ട് അവനെ കൊണ്ടുപോയി. ഇന്നത്തെ പുതിയ വണ്ടികളാണ്. 400 രൂപയുള്ളു ചീപ്പ്. എന്റെ ദൈവം, ഇതെന്താണ് പ്രത്യേകത? ലൈസൻസ് 1500 രൂപ. വേറൊരു വണ്ടി ഉണ്ടല്ലോ, അറിഞ്ഞതാ? ഇത് അടുത്ത വണ്ടി ഗോൾഡ് കളറുള്ള വണ്ടി. ഇത് റോജറിന് ബർത്ത്ഡേ ഗിഫ്റ്റാ. അത് നീ ക്യാഷ് അല്ലേ കൊടുത്തിട്ടോണ? വേണ്ട. എവിടെ അത് ഇങ്ങനെ പൊങ്ങി? ഓക്കെ, മെസ്സിയാ. ഇതാണ് സ്പ്രിങ് ആക്ഷനാ. കോളർ ഇടിച്ചേക്കണേ പെടലി വേദന ചെയ്തുകൊണ്ട്. മെസ്സി കൊള്ളാട്ടാ, ഈ മെസ്സി കൊള്ളാം. ഇനി അടുത്തത് റയന് മേടിച്ച വണ്ടി. എൻ്റെ അമ്മേ, ഇത് റയന്റെ വണ്ടിയാ. ഈ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എന്നിട്ട് ഇത്രയും സാധനം വെറുതെ മേടിച്ചോണ്ട് വന്നു. എടുക്ക്. ഇതാവൻ പറഞ്ഞില്ല 4000 രൂപയെന്ന്. 1500 രൂപ. വലിയ വണ്ടി. ഇനി ഇതിട്ട് റയന് ഓടിച്ചു കളിക്കുന്ന വണ്ടിയാ ഇഷ്ടം. അപ്പൊ റയന് ഓടിച്ചു കളിക്കണം. ചായ എടുക്കട്ടെ. തീർന്നല്ലോ. പപ്പ കവറ് കത്തിച്ച് ഇന്നലെ തീർത്തതേ ഉള്ളു. അപ്പം അടുത്ത കവർ സെറ്റായിട്ടുണ്ട്. ഒരു ലോഡാണ് പപ്പക്ക് കത്തിക്കാൻ ഇവിടെ ഇവരാക്കി കൊടുക്കുന്നത്. ചായ. അങ്ങനെ അവർ കാർ ഓടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചായം പെട്ടെന്ന് ഓഫാക്കിയിട്ട് വേഗം അങ്ങോട്ട് പോയിട്ടാ. അറിയോ? 4 വീൽ ഡ്രൈവ്, 4 വീലും കറങ്ങും. പിന്നെ സിംഗിൾ ഡ്രൈവ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ട്. അല്ല, അത് ഞാൻ ബ്രേക്ക് ഓടിച്ചിട്ട്. ഒരാള് ഒരു വണ്ടിയെ കൊണ്ട് അവിടെ ഇട്ടൊന്നും ഓടിക്കുന്നു. ഒരു വണ്ടിയെ കൊണ്ട് പുറത്തൊന്നിട്ട് ഓടിക്കേ. ഇവിടുന്ന് ജമ്പ് ചെയ്തോണ്ട് വരുമോ?
സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട് കാണിച്ചരാ. സസ്പെൻഷൻ ഉണ്ടോ? ആ കണ്ട് കണ്ട് കണ്ട്. റയൻ ഡ്രൈവ് ചെയ്യും. റയന് കൊടുത്തേ അതിന് പുറത്തേക്ക് ഓടിച്ചു. അവനാണ് കറക്റ്റ് ഡ്രൈവർ. ആ കണ്ട കണ്ട വന്ന വഴി ഡ്രിഫ്റ്റ് ഒന്നും ഇല്ല. പൊമ്മി. അത് കേറത്തില്ല. വേണ്ടട അതിനെ കൊല്ലണ്ട. വാ വെള്ളത്തിൽ മുട്ടിക്കാതെ വന്നു. അടിപൊളി കേട്ടാ, സൂപ്പർ. ഇവിടെ കയറ്റണ്ട, അങ്ങോട്ട് വീട്. അത് തന്നെ ഫ്രണ്ടിലോട്ടാ പോണത്. കൊള്ളാട്ടോ. അങ്ങനെ കാറോട്ടം കഴിഞ്ഞ് വന്നിരുന്ന് ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ റയൻ്റെ കാറോട്ടത്തിൻ്റെ ആ ഒരു കഴിവ് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. ഇവർക്ക് മൂത്തവർക്ക് രണ്ടുപേർക്ക് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വെറുതെ ഇങ്ങനെ ഓടിക്കാം എല്ലാവർക്കും. പക്ഷേ അതിന് പ്രത്യേക പാർക്കിങ്, സ്കിഡിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റയനെ അറിയാൻ പാടുള്ളൂ കേട്ടോ. വണ്ടി ഉണ്ട്. കൊച്ചിനെ ഇവിടെ ഇരുത്തിയേക്കണേണ്. കൊച്ചല്ലെങ്കിലേ വിഷമിക്കണേ ഈ വണ്ടികളുടെ ഓട്ടം കൊണ്ട്. ഇത് മറിഞ്ഞു പോയി. വണ്ടി പോണത് ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല, നിലത്തിട്ട് ഓടിച്ച വെള്ളം. ആ കൊച്ചിനെ ഞാൻ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടൊന്ന് ഇരുത്തിയേക്കണേണ്. പാവം കുഞ്ഞി വണ്ടിയുടെ പുറകെ കിടന്ന് കൊച്ചിനിട്ട് ഓടിപ്പിക്കണേന്. എന്റെ ചെരുപ്പെ കൂടെ കയറി ഒന്ന് വരവുണ്ട. ഇരുട്ടത്ത് പേടിപ്പിക്കാൻ പോണ ആൾക്കാരാ. താഴ്ത്തൊരു ലൈറ്റ് ഉണ്ട്. എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യും. ഓക്കെ. പിന്നെ അല്ല താഴ്ത്തൊരു ഒരു നീല ലൈറ്റ് കിടക്കണേ. ആ മുറിയിലേക്ക് കൊണ്ടോ. എന്തിനാണ് ലൈറ്റ് ഇടിക്കണത്? പിന്നെ ഓഹോ ക്ഷമിക്കണേ നെട്ടാടാ. മമ്മി പോയിട്ടും വരാട്ട പൊന്നാ. വേഗം വരും ഏട്ടാ. 2.5 3 മണിക്കൂർ കഴിയുമ്പോൾ വരും വേഗം. തുണികളൊക്കെ ഉണങ്ങാത്തത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണേണ്. എന്തൊരു മഴയാന്നേ. എടേ കൊള്ളട്ടടാ നിനക്ക് ഈ ടീഷർട്ട്. അപ്പോ ഞങ്ങള് 3 ആളും കൂടി ഏത് സിനിമയുടെ എനിക്ക് ആ പേര് കിട്ടണില്ല. KFC അല്ലല്ലോ. അപ്പൊ പുറത്തുണ്ടാവും. ഇതടച്ചേക്ക്. റിച്ചടേ എടുക്കാൻ വല്ലതും ഉണ്ടാകത്തുനിന്ന്. ഇതൊക്കെ ആറോട്ടങ്ങളിൽ തീർന്നിട്ടില്ല. ആ പഴയത് പുതിയതൊന്നും തയ്ച്ചെടുത്തിട്ടില്ലേ? ഇവിടെ ഒന്നും തയ്ക്കാൻ നേരം കിട്ടിയിട്ടില്ല. തിരക്കായിട്ട് ട്രൈം വന്നതിന് ശേഷം. ഇവരുടെ കാറോട്ടക്കളി എപ്പോൾ തീരുമെന്നാവോ? 7:30 മണി കഴിഞ്ഞ് 8 മണിക്കത്തെ സിനിമക്കാണ് പോണത്. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമ ഇന്ന് റിലീസാവുന്നത്. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച. പപ്പ പുറത്തുണ്ട്. പപ്പയുടെ ഫ്രണ്ട് വന്നിട്ട് പപ്പ പുറത്ത് വെക്കണേ. റൂബിനകത്ത് നിർത്തിയേക്കണേണ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ പപ്പ വരും.
അകത്തേക്ക് കയറും. അപ്പോൾ പപ്പയും ഫ്രണ്ടും കൂടി നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളേതായാലും ബൈ ബൈ പറഞ്ഞിട്ട് പോയി. അങ്ങനെ തിയേറ്ററിലെത്തി. പിന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, എങ്കിലും തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഷോ കഴിഞ്ഞ ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ അടുത്ത ഷോയ്ക്ക് ആളുകൾ കയറുന്നുണ്ടായിരുന്നു. അപ്പം ഇല്ലേ, നമ്മൾ കയറുന്നത് ലക്ഷറി സീറ്റിൽ മുകളിലാണ്. സാധാരണ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ തിയേറ്റർ. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുകൂടി അങ്ങോട്ട് കുറച്ച് പാസേജ് നീളത്തിലുണ്ട്, അതിൽ കൂടി അങ്ങോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ ലക്ഷറി സീറ്റ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ 7 സീറ്റ് മാത്രമുള്ള ആ ഒരു 2 എണ്ണമുണ്ട്. ഒരെണ്ണത്തിൽ 14 സീറ്റും ഒരെണ്ണത്തിനകത്ത് 7 സീറ്റും ആണെന്നാണ് തോന്നുന്നത്. 10 സീറ്റ് 7 സീറ്റ് അങ്ങനെ. നമ്മളിപ്പോൾ കയറുന്നത് 7 സീറ്റ് മാത്രമുള്ള സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ മുന്നിലെ 4 സീറ്റും നമ്മൾക്കാണ്, പുറകിൽ 3 സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇവർ മേടിച്ചതാണ് കേട്ടോ. അത് കട്ട്ലറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഇല്ലേ ഒരുപാട് പൈസയാണ്. ഇപ്പോൾ ആ സാധനത്തിന് 500 രൂപ ആയിക്കഴിഞ്ഞ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഒരു 250 രൂപയിൽ ഒതുങ്ങുന്ന സാധനമാണ്, അവിടെ ഇരട്ടി വില. എങ്കിലും ഇവർക്ക് 3 പേർക്കും റയൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവർ 2 ആളും ഭക്ഷണം കഴിച്ചിട്ടില്ല, വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റോജർ കഴിച്ചില്ല, തലവേനെന്നും പറഞ്ഞിട്ട് കഴിച്ചില്ല. ഞാൻ റിച്ചാർഡ് മാത്രമേ കഴിച്ചുള്ളൂ. റയൻ കഴിച്ചിട്ടാണല്ലോ വന്നേക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്കാണ് കയറുന്നത്. താഴെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമ്മുടെ വലിയ എല്ലാ സീറ്റുള്ള സ്ഥലത്തെ തിയേറ്ററിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത് മുകളിൽ നമുക്ക് ഒരു ശല്യമില്ല, സുഖമായിട്ട് കയറിപ്പോരാം. കാരണം ഈ ഒരു ഇതിനകത്ത് 7 സീറ്റ് മാത്രമാണ് ഉള്ളത്. അപ്പുറത്ത് നമുക്ക് പ്രത്യേകം വാഷ്റൂമൊക്കെ ഉണ്ട്. ക്യൂ വന്ന് നിൽക്കണ്ട, വളരെ സുഖമാണ്. അപ്പോൾ ഇതിൽ കയറി കഴിയുമ്പോൾ മുന്നിൽ 4 സീറ്റ്, പുറകിൽ 3 സീറ്റ്, അങ്ങനെ 7 സീറ്റ് മാത്രമേ ഉള്ളത് കേട്ടോ. സാധാരണ സീറ്റ് 150 രൂപയും ഇതിന് 250 രൂപയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെയുണ്ടായി ഇപ്പോഴും എല്ലാം. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ള വീഡിയോ ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക് യു.